ഗ്രാമീണ കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി നിർവഹിച്ചു. വടക്കാഞ്ചേരി എംഎൽഎ സേവ്യർ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പിള്ളി എംഎൽഎ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്കും ഈ ഗ്രൗണ്ടിൽ വളരെ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന ആൾ എന്ന നിലയ്ക്കും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ 95 മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും വ്യക്തിപരമായി എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയമായിട്ടും എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. നേരത്തെ ഇവിടെ PN സുരേന്ദ്രനെ പോലെയുള്ള ഇത്രയും കാലം തന്നെ പൊതുപ്രവർത്തനാനുഭവമുള്ളവർ ഇവിടെ സൂചിപ്പിച്ചു. പലപ്പോഴും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് ചുറ്റുവട്ടത്തുമുള്ള ജനനിബിഡമായ സാഹചര്യം രൂപപ്പെട്ടപ്പോൾ, ഞാനതിനെ ജനനിബിഡം എന്നേ പറയാൻ ഉദ്ദേശിക്കുന്നത്, പട്ടണത്തിൻ്റെ തൊട്ടടുത്ത് കിട്ടിയ ഭൂമിയിൽ നമ്മളൊക്കെ തന്നെ വീട് വെച്ചു. സ്വാഭാവികമായി നമുക്കറിയാം, ഈ ഗ്രൗണ്ടിൻ്റെ തൊട്ട് താഴത്തുള്ള ഭൂമി എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പന്ത് നേരത്തെ പോയാൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ ഒരു 3 ആൾക്ക് താഴ്ചയുണ്ടായിരുന്നു ആ കണ്ടങ്ങൾക്ക്. അതൊരു പക്ഷേ ഇന്ന് ഇൻസ്റ്റയിലൂടെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ വിലയിരുത്തുന്ന പലർക്കും അതങ്ങനെ അറിയണമെന്നില്ല എന്നതുകൊണ്ടാണ് വടക്കാഞ്ചേരിയിലെ പഴയ തലമുറയ്ക്ക് നല്ലവണ്ണം എന്താണ് ഈ ഗ്രൗണ്ടും ഗ്രൗണ്ടിൻ്റെ ചുറ്റുമുള്ള സാഹചര്യവും എന്ന് നല്ലവണ്ണം അറിയാം. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രൊജക്ട് എഞ്ചിനീയർ സുജിത് SR സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. 1 കോടി രൂപയുടെ നവീകരണ പ്രവർത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനമാണ് നടന്നത്. കേരള സംസ്ഥാനത്ത് മാത്രം നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ആസ്തി വികസന ഫണ്ടും 50 ലക്ഷം രൂപ കായിക വകുപ്പിന്റെ ഫണ്ടും ചേർത്ത് സംയുക്ത ഭരണാനുമതി ക്രിക്കറ്റ് പ്രാക്ടീസിംഗ് നെറ്റ്സ് സ്ഥാപിച്ചു. ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് വികസനമെന്ന ബൃഹത് പദ്ധതി തുടരുമെന്ന് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA അറിയിച്ചു. ഫെൻസിംഗ്, ഓപ്പൺ ജിം നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. ഈ പ്രവർത്തനങ്ങൾക്ക് പുറമെ രാത്രികാലത്തും പുലർച്ചെയും ഗ്രൗണ്ട് ഉപയോഗിക്കുന്നതിനും വ്യായാമം ചെയ്യുന്നതിനും സഹായകരമായി സ്റ്റേഡിയം മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല മോഹൻ, KP മദനൻ, സ്വപ്ന ശശി, PG സനീഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജിത് കുമാർ മല്ലയ, CPI നേതാവ് MU കബീർ, വെങ്കടേശ്വരൻ, സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ, VHSE പ്രിൻസിപ്പൽ ലതീഷ് ആർനാഥ്, ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് AM സീമ, PTA പ്രസിഡന്റ് CU പുഷ്പരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. പരിശുദ്ധവും ഗുണനിലവാരവും നിലനിർത്തിക്കൊണ്ട് ബേക്കറി സ്വീറ്റ്സ് രംഗത്ത് 14 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ബേക്കിംഗ് ബേക്കറി ആൻഡ് ലൈവ് കേക്ക് സ്റ്റുഡിയോയുടെ 7ാമത്തെ ഔട്ട്ലെറ്റ് ഓട്ടുപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബേക്കിംഗ് ബേക്കറി ആൻഡ് ലൈവ് കേക്ക് സ്റ്റുഡിയോ നിയർ റിലീഫ് മെഡിക്കൽസ്, മെയിൻ റോഡ്, ഒട്ടുപാറ. ഫോൺ 9847600222. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.